കരൂർ ദുരന്തം CBI അന്വേഷിക്കും. സുപ്രീം കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം CBIക്ക് വിട്ടത് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടിയാണ്. TG സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ CBI എത്താനുള്ള സാഹചര്യം അത് എങ്ങനെ ഒരുങ്ങിയെന്നാണ്? തീർച്ചയായും ഇതിൽ സംസ്ഥാന സർക്കാരിന്, തമിഴ്നാട് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സംഭവം CBI അന്വേഷിക്കട്ടെ എന്നതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട്. പ്രത്യേക ജഡ്ജിയെ, റിട്ടയർഡ് ജഡ്ജിയെ ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടത്തിനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിട്ടയർഡ് IPS ഓഫീസർമാരുടെ സഹായം തേടിക്കൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താം, ഈ സമിതിക്ക് അന്വേഷണം നടത്താം എന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും CBIക്ക് അന്വേഷണം വിട്ടിരിക്കുകയാണ്. TVKയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതുവരെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും CBIക്ക് വിട്ടതോടുകൂടി ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടാവുന്ന പല ആരോപണങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നു എന്നതാണ് പശ്ചാത്തലം. നേരത്തെ ഈ TVKയുടെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ സുപ്രീം കോടതി നിലപാടെടുത്തിരുന്നു. ഈ ആൾക്കൂട്ട മരണങ്ങൾ, ഇത്തരം ആൾക്കൂട്ട അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഒരു ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ എന്തിന് സംസ്ഥാനം ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ TVKയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ സംഭവം അന്വേഷിക്കാൻ CBIക്ക് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം. മുൻ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് അജയ് റസ്തോഗി ആയിരിക്കും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുക, കോടതിയുടെ ഭാഗത്ത് നിന്ന് മേൽനോട്ടം വഹിക്കുക. CBI ഇതിൻ്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ഒരു 3-അംഗ സമിതിയെ ഇതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാതെയുള്ള നീക്കം കൂടിയാണിത്. നേരത്തെ വിജയ്ക്കെതിരെ വലിയ രൂക്ഷമായ പരാമർശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് TVK ഹർജി നൽകിയത്. കാരണം സംസ്ഥാന പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അപകട സ്ഥലത്ത് നിന്നും വിജയ് പെട്ടെന്ന് പിൻവാങ്ങിയത്. പക്ഷേ അത് വിജയ്ക്കെതിരെ ഒരു ആരോപണമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത്. എന്തായാലും ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ കരൂരിലെ ആൾക്കൂട്ട മരണം, 41 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം CBIക്ക് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി തീരുമാനമുണ്ടാവുന്നത്. ഇത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വാഭാവികമായും കോടതിയിൽ നിലപാട് വ്യക്തമാക്കി കാണുമല്ലോ. സൈത്ത്, തങ്ങളുടെ അന്വേഷണം തുടരട്ടെ എന്നുള്ളതാവാം. ഇതൊരു തിരിച്ചടി എന്ന രീതിയിൽ ഉള്ള പ്രതികരണം DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? സർക്കാരിൻ്റെ പ്രതികരണം, രാഷ്ട്രീയമായ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അഭിഭാഷകരുടെ പ്രതികരണം വന്നിട്ടുണ്ടായാലും CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഈ CBI അന്വേഷണം വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന, സർക്കാരിന് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളി പലതരത്തിലുണ്ട്. കാരണം ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ട് ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയ അപകടം എന്ന ഒരു രാഷ്ട്രീയ വിവാദം നിലവിൽ തന്നെ ഉയരുന്നുണ്ട്. കാരണം DMK സർക്കാർ ഇത്തരമൊരു അപകടമുണ്ടാക്കാൻ ബോധപൂർവമായി നീക്കം നടത്തി എന്ന രാഷ്ട്രീയ ആരോപണം സർക്കാർ നേരിടുന്നതാണ്. TVK ഈ ആരോപണം ഉന്നയിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് അവിടെ TVK ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ കഴിയുക പോലീസ് സംവിധാനങ്ങളെ വിനിയോഗിച്ചില്ല, കൂടുതൽ ആളുകൾക്ക് സംഘടിക്കാൻ കഴിയുന്ന ഇടത്ത് ഈ പരിപാടി നടത്താൻ അനുമതി കൊടുത്തില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഒപ്പം തന്നെ കരൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില DMK നേതാക്കൾ ചില ബോധപൂർവമായി ഇടപെടൽ നടത്തി ഈ തുടങ്ങിയ ആക്ഷേപങ്ങൾ കൂടിയുള്ളതാണ്. പ്രത്യേകിച്ച് തമിഴക രാഷ്ട്രീയത്തിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി വിജയ് നടത്തുന്ന നീക്കങ്ങൾക്കൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുന്നത് എതിരാളികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ചില ബോധപൂർവമായ നിഗൂഢമായ നീക്കങ്ങൾ ഈ കരൂർ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് സർക്കാരിനെതിരായും DMKക്കെതിരായ ആക്ഷേപമായി കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും CBIയുടെ അന്വേഷണം വരുന്നതോടുകൂടി, CBIയുടെ അന്വേഷണമാണ് TVK ആവശ്യപ്പെട്ടത്, CBI അന്വേഷണം വരുന്നതോടുകൂടി ഈ ആക്ഷേപങ്ങളൊക്കെ പരിഗണിക്കപ്പെടുമെന്നതാണ് വ്യക്തമായ കാര്യം. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നതുകൂടി ഈ CBIയുടെ അന്വേഷണ പരിധിയിൽ വരും. സ്വാഭാവികമായും ചില കണ്ടെത്തലുകൾ സർക്കാരിനെതിരെ കൂടി ഉണ്ടായാൽ അത് DMKയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന നീക്കമായി കൂടി മാറുകയും ചെയ്യും. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കരൂർ ദുരന്തം അന്വേഷിക്കാൻ CBI എത്തുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്.